മിഷൻ ബേലൂർ മഖ്ന ആരംഭിച്ചിട്ട് ഇന്ന് 2ാം ദിവസമാകുമ്പോഴും ബേലൂർ മഖ്ന എന്ന കൊലയാനെ പിടികൂടാൻ ഇന്ന് കേരളത്തിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്ന്, മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് കരുത്തനും വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ആനയാണ് ഈ മോഴയാന. കേരള വനംവകുപ്പ് മുൻപ് പിടികൂടിയിട്ടുള്ള PT7, PM2 എന്നീ ആനകളെ അപേക്ഷിച്ച് കൂടുതൽ കരുത്തനും വളരെ വേഗത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ മോഴയാന സഞ്ചരിക്കുന്നുമുണ്ട്. മുൻപ് പിടികൂടിയിട്ടുള്ള അരിക്കൊമ്പൻ അതിശക്തനായൊരു കാട്ടാന ആയിരുന്നുവെങ്കിലും മയക്കുവെടി കൊണ്ട ശേഷം ആന മറ്റൊരിടത്തേക്കും സഞ്ചരിക്കാതെ നിന്നത് അധികം ബുദ്ധിമുട്ടാതെ ആനയെ ലോറിയിൽ കയറ്റുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ബാവലിക്ക് സമീപമുള്ള ഒരു കാട്ടിൽ വെച്ച് ഈ ആനയെ മയക്കുവെടി വെച്ചെങ്കിലും ആന മറ്റൊരു ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിച്ചതിനാൽ ആന എവിടെയാണെന്ന് പോലും വനംവകുപ്പിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ വളരെ ബുദ്ധിമാനായ ഈ ആന കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതോടെ സ്ഥലം വിടുകയായിരുന്നു. വനംവകുപ്പിന് വെല്ലുവിളിയായ രണ്ടാമത്തെ കാര്യമെന്തെന്നാൽ ഈ ആന ഇപ്പോഴുള്ള സ്ഥലം കർണാടകത്തിനും കേരളത്തിനുമിടയിലുള്ള വനമധ്യത്തിലാണ്. ഇന്നലെ രാത്രിയോടെ അജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം പടമല ഭാഗത്തു നിന്നും സഞ്ചരിച്ച് കർണാടകത്തിലേക്കും പിന്നീട് അവിടെ നിന്നും തിരികെ ബാവലി വനത്തിലേക്കും എത്തി. ആന സഞ്ചരിക്കുന്നതിനനുസരിച്ച് വനപാലകരും ആനയെ പിടികൂടുവാനുള്ള സർവ്വസന്നാഹങ്ങളുമായി മൂവ് ചെയ്യുന്നുണ്ട്. അടിക്കടി ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ആന മാറുന്നതാണ് മിഷൻ പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണം. മിഷൻ പരാജയപ്പെടാനുള്ള മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം എന്തെന്നാൽ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാകുന്നില്ല എന്നതാണ്. മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ആനയുടെ ലൊക്കേഷൻ അറിയുവാൻ കോളർ ബെൽറ്റിൽ നിന്നുള്ള സിഗ്നലുകൾക്കും കഴിയുന്നില്ല. 3 മണിക്കൂർ ഇടവിട്ടാണ് ആനയുടെ ലൊക്കേഷൻ വിവരം ലഭിക്കുന്നത്. വനം വകുപ്പും വെറ്ററിനറി ഡോക്ടർമാരും ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആന മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിച്ചിരിക്കും. നാളെ പുലർച്ചെ തന്നെ മിഷൻ ബേലൂർ മോഴ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള വനം വകുപ്പിന് സഹായകരമാകുന്ന ഒരേ ഒരു കാര്യം എന്തെന്നാൽ ഇന്ന് ആനയ്ക്ക് മയക്കുവെടി കൊണ്ടിട്ടുണ്ടെന്നവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആന അധിക ദൂരം സഞ്ചരിക്കാതിരിക്കാനാണ് സാധ്യത. എങ്കിൽ കേരള വനം വകുപ്പിന് നാളെ രാവിലെ തന്നെ വനാതിർത്തിക്കകത്ത് വെച്ച് ആനയെ പിടികൂടുവാൻ സാധിക്കും.